ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഇന്ന് പറയുന്ന സിനിമയുടെ പേര് ഡെബോറ ലോഗൻ എന്നാണ്. ഇത് 2014 റിലീസായത്. ഇതൊരു ഹൊറർ മൂവിയാണ്. ഒട്ടും സമയം കളയേണ്ട, കഥയിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു വഴി അറിയാതെ വിധി അറിയാതെ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന സിനിമ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ഒരു കാറിൽ 3 പേര് പോകുന്നതാണ്. അവരുടെ പേര് മിയ, ലൂയിസ്, ഗേവിൻ. ഇവർ ഒരു വയസ്സായ ലേഡിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അങ്ങനെ അവർ ആ ഓൾഡ് ലേഡിയുടെ വീടിൻ്റെ മുന്നിലെത്തി. അപ്പോൾ ആ ഓൾഡ് ലേഡിയുടെ മകളായ സാറ ഇവരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട്. തൻ്റെ അമ്മയെ കാണാൻ പോകുമ്പോൾ എന്തൊക്കെ ചോദിക്കണം, എന്തൊക്കെ ചോദിക്കരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സാറ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ വീടിൻ്റെ മുന്നിൽ നിന്നും തോട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെയാണ് സാറയുടെ അമ്മയായിട്ടുള്ള ഡെബോറ എന്നൊരു സ്ത്രീ ഉള്ളത്. ഈ ലേഡിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഇവർ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡെബോറയ്ക്ക് ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരു അസുഖമുണ്ട്. ഈ അസുഖത്തിനെ കുറിച്ച് കൂടുതലായി അറിയാൻ വേണ്ടിയാണ് ഈ ലേഡിയുടെ അടുത്തേക്ക് ഇവർ വന്നിട്ടുള്ളത്. വയസ്സായ ആളുകളിലായിരിക്കും ഇത് കൂടുതലായി കാണപ്പെടുന്നത്. ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വയസ്സായവരുടെ ഓർമ്മ പതിയെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ആദ്യം അത് ഓർമ്മയിൽ തുടങ്ങി പിന്നീട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ബാധിക്കും. അങ്ങനെ ഓരോ അവയവങ്ങളും നശിക്കാൻ തുടങ്ങും. അവസാന ഘട്ടത്തിൽ ഈ അസുഖമുള്ളവർ കോമ സ്റ്റേജിലേക്ക് പോകുന്നു. അങ്ങനെ പിന്നീട് മരണപ്പെടുകയും ചെയ്യും. അങ്ങനെ ഇവർ വന്നതിനുള്ള കാരണം സാറ അവളുടെ അമ്മയോട് പറയുന്നത് അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ ചെയ്യാനും സമ്മതിക്കുന്നില്ല. അതിനുശേഷം സാറ അമ്മയെ വിളിച്ച് വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി, പ്ലീസ് അമ്മേ, ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷനിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല. അമ്മ ഇൻ്റർവ്യൂവിന് സമ്മതിച്ചാൽ അവർ നമുക്ക് കുറച്ച് ക്യാഷ് തരും. ഇതല്ലാതെ വേറെ വഴിയില്ല, പ്ലീസ് അമ്മേ. അങ്ങനെയൊക്കെ അവൾ സൂപ്പിട്ട് അമ്മനെ കൊണ്ട് സമ്മതിപ്പിക്കും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് അവർ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ആ വീട്ടിലേക്ക് വരികയാണ്. ഈ സമയത്ത് ഡെബോറയും ഇൻ്റർവ്യൂവിന് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ചോദിക്കുന്നത് തന്നെ ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാണ്. തുടക്കത്തിൽ അനുഭവപ്പെടുന്നത് ഓർമ്മ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. പല കാര്യങ്ങളും മറന്നുപോകും. പ്രധാനമായും പറയുകയാണെങ്കിൽ അമ്മ ഈ അസുഖത്തിൻ്റെ ആദ്യത്തിൽ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ അവിടെ കത്തിപ്പിടിച്ച് ഒരു വലിയ അപകടമാണ് ഒഴിവായത്. അത് കഴിഞ്ഞിട്ട് ഡെബോറയ്ക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ന്യൂറോളജിസ്റ്റിനോട് പോയി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെബോറയ്ക്ക് അൽഷിമേഴ്സ് സ്റ്റാർട്ട് ചെയ്ത ആ അവസ്ഥയിൽ തന്നെ അവർ തീരെ തളർന്നിരുന്നില്ല. നല്ല സ്ട്രോങ് ആയ ലേഡിയായിട്ട് തന്നെയാണ് ഇരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് ഡെബോറയുടെ പേഴ്സണൽ ലൈഫാണ്. 1965 ഡെബോറയുടെ വിവാഹം നടക്കുന്നത്. അതുമാത്രമല്ല, സാറയ്ക്ക് 2 വയസ്സുള്ളപ്പോൾ തന്നെ അവളുടെ ഭർത്താവ് മരിച്ചു. അത് കഴിഞ്ഞ് ഒരു സിംഗിൾ മദറായിട്ടാണ് ഡെബോറ സാറയെ വളർത്തിയിട്ടുള്ളത്. ഇവർ ജീവിക്കുന്ന ടൗണിൻ്റെ പേര് എക്സോമ എന്നാണ്. അവിടെ സ്വിച്ച്വുഡ് ആൻസറിംഗ് സർവീസ് എന്ന ജോലി ചെയ്തിട്ടാണ് ഡെബോറ ഇത്രയും കാലം ജീവിച്ചത്. അതുമാത്രമല്ല, ഈ രോഗം വന്നതിന് ശേഷം ജോലിക്കും പോവാൻ കഴിഞ്ഞില്ല. പിന്നെ കാണിക്കുന്നത് ഡെബോറയുടെ ബെസ്റ്റ് ഫ്രണ്ടും നൈബറുമായ ഹാരിസിനെയാണ്. ഹാരിസിനോട് ഡെബോറയെ പറ്റി ചോദിക്കുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു ദിവസത്തെ ഇൻ്റർവ്യൂ കഴിയുകയാണ്. അതിനുശേഷം ഡെബോറയെ നന്നായി നിരീക്ഷിക്കാൻ വേണ്ടി വീടിൻ്റെ പല ഭാഗങ്ങളിൽ ലൂയിസ് ക്യാമറ വയ്ക്കും. ആ സമയത്ത് ഡെബോറ ലൂയിസിൻ്റെ ബാക്കിൽ നിന്ന് ആ ക്യാമറയിൽ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ആ നോട്ടം ഒരു സാധാരണ നോട്ടമല്ല, എന്തോ ഒരു മാതിരി നോട്ടം. എന്നിട്ട് പെട്ടെന്ന് ലൂയിസിൻ്റെ പുറകിലോട്ട് നടന്നു പോകുന്നതും പിന്നെ ഡെബോറയെ കാണാനില്ല. അതുമാത്രമല്ല, ലൂയിസിനും ഗേവിനും ഒരു റൂമും മിയയ്ക്ക് വേറൊരു റൂമുമാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുന്നത് പിന്നെ രാത്രിയാണ്. കിച്ചണിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അത് ഗേവിൻ നിലവിളിക്കുന്നതായിരുന്നു. അങ്ങനെ അവരെല്ലാവരും ഓടി അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ഡെബോറ ഒരു കത്തിയുമായി വന്നിട്ട്, നീ എൻ്റെ മൺവെട്ടി എവിടെയാണ് കൊണ്ടുപോയി വെച്ചത്? അത് എനിക്ക് ഇപ്പോൾ വേണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ തോട്ടത്തിൽ യൂസ് ചെയ്ത ഒരു ചെറിയ മൺവെട്ടിയുണ്ട്. അത് നീ കണ്ടുപിടിച്ച് തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഇപ്പോൾ കൊല്ലും എന്ന് പറഞ്ഞാണ് ഗേവിൻ്റെ മുന്നിൽ നിന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇവരൊക്കെ വന്ന് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഡെബോറ നിലത്ത് കിടന്ന് കരയാൻ തുടങ്ങും. ഇതൊക്കെ ആ അസുഖത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് ഗേവിനെ സമാധാനപ്പെടുത്തി. ആ ഒരു മൺവെട്ടി കണ്ടുപിടിക്കാൻ വേണ്ടി റൂമിൻ്റെ മുകളിലേക്ക് എല്ലാം പോയിട്ട് ഒരു ചെറിയ മൺവെട്ടി കണ്ടുപിടിച്ച് സാറ നേരെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് വന്നു. ഞങ്ങൾ അത് കണ്ടുപിടിച്ചു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇനി ഒന്ന് തിരിഞ്ഞു നിൽക്ക് എന്ന് പറഞ്ഞതും ഡെബോറ തിരിഞ്ഞു നിന്ന് അവളുടെ കഴുത്തിൽ നിന്ന് സ്കിൻ വലിച്ചു കീറുകയാണ്. ഇത് കണ്ട് പേടിച്ച് ഡെബോറയെ എങ്ങനെയോ പിടിച്ചു നിർത്തി ഇവർ നേരെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത്.
അങ്ങനെ ഡെബോറയെ കാണിക്കുന്ന ഡോക്ടറിനോട് വിവരം ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് 2 വർഷം കഴിഞ്ഞാൽ ഡെബോറയുടെ ബ്രെയിൻ ഏതൊരു അവസ്ഥയിലാണോ ഉണ്ടാവുന്നത് ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഡെബോറയുടെ ബ്രെയിൻ ഉള്ളത്. അതുകൊണ്ട് അൽഷിമേഴ്സ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അമ്മയെ ബാധിക്കുന്നുണ്ട്. സാറയ്ക്ക് ഇത് കേട്ട് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാറ ഇത് കേട്ട് സഹിക്കാനാവാതെ കരയാൻ തുടങ്ങി. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, ഡോസേജ് കുറച്ച് കൂട്ടിയിട്ട് ഡെബോറയെ കുറച്ച് കൺട്രോളിലേക്ക് കൊണ്ടുവരാം. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ഡെബോറയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ അവർ കാറിൽ കയറി പോകുമ്പോഴാണ് ഡെബോറ അന്ന് നടന്ന കാര്യത്തിന് ഗേവിനോട് സോറിയൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ അവർ വീട്ടിലെത്തി. നമ്മുടെ ഡെബോറ ആണെങ്കിലോ ചിത്രമൊക്കെ വരയ്ക്കുന്ന ആളാണ്. അതിലൊരു ചിത്രത്തിൽ എന്തോ ഒരു രൂപം ഒരു കാട്ടിൽ നിൽക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. പിന്നീട് ഡെബോറ ഓരോ ദിവസം കഴിയുന്തോറും അവളുടെ സ്വഭാവത്തിൽ മാറ്റം വരാൻ തുടങ്ങി. ഒരു ദിവസം റൂമിൻ്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോഴാണ് ഡെബോറ കണ്ണാടിയുടെ മുന്നിൽ ഇരുന്ന് വേറെ ആരോടോ സംസാരിക്കുന്നത് പോലെ ഇല്ല പ്ലീസ് അത് ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അവൾക്ക് ആരോ അവളുടെ ബാക്കിൽ നിൽക്കുന്നതായി മനസ്സിലാവും. ആരാണെന്ന് നോക്കുമ്പോൾ ലൂയിസ് ക്യാമറയുമായി അവിടെ നിന്നും മാറും. ദിവസങ്ങൾ കഴിയുന്തോറും ഡെബോറയുടെ രീതികളിൽ മാറ്റം വന്നുകൊണ്ടേയിരുന്നു. ഡെബോറയുടെ അസുഖം കൂടി വന്നു. അത് കഴിഞ്ഞിട്ട് സാറ അമ്മയുടെ ഓരോ കാര്യങ്ങൾ ഇവരോട് പറഞ്ഞ് റൂമിലുള്ള ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിരിക്കുമ്പോഴാണ് മുകളിലത്തെ റൂമിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ അവർ അവിടെ പോയി നോക്കുമ്പോഴാണ് കാണുന്നത് ഡെബോറ ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്നു. സാറ വേഗം അടുത്തേക്ക് ചെന്ന് അമ്മ എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോഴേക്കും ഡെബോറ പറയും, പുറത്തുനിന്ന് ആരോ ഇങ്ങോട്ട് വരുന്നത് പോലെ. ഇത് കേട്ടപ്പോൾ സാറ പറയും, സാധാരണ അമ്മയ്ക്ക് ഇതുപോലെയൊക്കെ തോന്നാറുണ്ട്. പുറത്തു നിന്ന് ഒരനക്കം വന്നാൽ തന്നെ അത് അമ്മ അറിയും. ഇത് നിങ്ങൾ വലിയ കാര്യമാക്കണ്ട എന്ന് പറയുന്ന ഡെബോറ അവളുടെ കയ്യിൽ ഒരു ചുറ്റിക വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഈ ഒരു ജനൽ താഴ്ത്തി വെച്ച് ആണിയടിച്ച് വെക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡെബോറ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഡെബോറ ഞെട്ടി എഴുന്നേറ്റ് പുറത്തേക്ക് ഇങ്ങനെ പോകുന്നു. അപ്പോഴേക്കും സാറയും എഴിയും ആ ഒരു ക്യാമറ പരിശോധിക്കുമ്പോഴേക്കും ഡെബോറ ആ റൂമിൽ നിന്ന് എഴുന്നേറ്റ് എങ്ങോട്ടേക്കാണ് പോയതെന്ന് ആർക്കും അറിയാൻ പോലും കഴിയുന്നില്ല. കാരണം റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തെ ഡോർ തുറക്കാതെ പുറത്തേക്കും കടക്കാൻ കഴിയില്ല. പിന്നെ എന്തായിരിക്കും സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി എല്ലാവരും ഓടി ആ ഒരു റൂമിൻ്റെ അടുത്ത് എത്തിയത്. അപ്പോഴാണ് അവർ കാണുന്നത് ഡെബോറ കുറച്ചു മുന്നേ ആണിയടിച്ചു വെച്ച ആ ജനലാകെ തുറന്നു വെച്ചിരിക്കുന്നു. പുറത്താണെങ്കിൽ ഡെബോറയുടെ ആ വെള്ള വസ്ത്രം കിടക്കുന്നുണ്ട്. അങ്ങനെ ഇവർ അവിടെ നിന്ന് ഇറങ്ങി അവിടെ അടുത്തുള്ള കാടിനകത്ത് ഓടിച്ചെന്ന് നോക്കുമ്പോഴേക്കും ഡെബോറ കൈവച്ച് മൺകുഴിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും ഓടിച്ചെന്ന് ഡെബോറയെ കൂട്ടി നേരെ വാഷ് ബേസിനിൽ പോയി കൈയെല്ലാം വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ചെയ്യുന്നത് നമ്മുടെ മിയയാണ്. അപ്പോൾ മിയ പറയുന്നുണ്ട്, എന്താ മാം ഇങ്ങനെയൊക്കെ ചെയ്തത്, ഞങ്ങൾ പേടിച്ചു പോയി എന്ന് പറഞ്ഞതും ഡെബോറയുടെ ഒരു നോട്ടമുണ്ട്. ഒറ്റ നോട്ടത്തിൽ മിയെ ദഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നോട്ടമാണിത്. നമ്മൾ പോലും പേടിച്ചു പോകുന്ന ആ ഒരു നോട്ടം. അതേസമയം ഗേവിനും ലൂയിസും ആ വീഡിയോ ഷൂട്ടേജ് എല്ലാം വീണ്ടും പ്ലേ ചെയ്ത് കാണുകയാണ്. അത് കഴിഞ്ഞിട്ട് സാറയെയും മിയയും വിളിച്ച് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വിചിത്രമായ കാര്യമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ഡെബോറ കിച്ചണിൽ നിൽക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ സെക്കൻഡുകൾ കൊണ്ട് തന്നെ താഴെ നിന്ന് ഡെബോറ മുകളിലേക്ക് എത്തുന്നു. ഇത് കണ്ട ഇവർ ചോദിക്കും, അത് എങ്ങനെ നടക്കും? ഈ ക്യാമറയ്ക്ക് വല്ല പ്രശ്നവുമുണ്ടോ? ചിലപ്പോൾ അത് കട്ടായതായേക്കും. ഇല്ല, നിങ്ങളൊന്ന് ഇതിൻ്റെ ടൈം നോക്ക്. സമയം കറക്റ്റായിട്ട് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു? ഒന്നും മനസ്സിലാവാതെ അങ്ങനെ നിൽക്കുകയാണ് ഇവർ. അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ സാറ ഡോക്ടർക്ക് വിളിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ നെയ്ബറായ ഹാരിസിനോടും സംസാരിക്കുന്നുണ്ട്. ഹാരിസ് സാറയെ സമാധാനപ്പെടുത്തി പറഞ്ഞയക്കും. അതിനുശേഷം സാറ റൂമിലേക്ക് വന്നിട്ട് ഡെബോറയോട് തന്നെ ചോദിക്കും, അമ്മ ഇന്നലെ രാത്രി സ്റ്റൗവിൻ്റെ മുകളിൽ കയറി നിന്നതല്ലേ എന്ന് പറഞ്ഞ് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ഡെബോറയ്ക്ക് സങ്കടമാവും. അതൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം ഡെബോറയുടെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത്തവണ ഡെബോറ സാധാരണ രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ മിയ ചോദിക്കും, മാം ഇപ്പോൾ നിങ്ങൾ എങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓക്കെയാണ്, ഒരു കുഴപ്പവുമില്ല എന്ന് പറയും. എന്നാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കാണിക്കാറുണ്ട് എന്ന് പറഞ്ഞ് ഡെബോറ ആ കിച്ചണിൽ ചെയ്ത കാര്യമുണ്ടല്ലോ, ആ സ്റ്റൗവിൻ്റെ മുകളിൽ കയറി നിന്നത്, ആ ഒരു കാര്യം ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കും. ഡെബോറ ആ വീഡിയോ കണ്ടിട്ട് അയ്യോ ഇത് ഞാൻ തന്നെയാണോ ചെയ്തത്, ഇത് എങ്ങനെയാണ് സംഭവിച്ചത്, നിങ്ങൾ ഇത് കണ്ടിട്ട് എന്നെ തടഞ്ഞില്ലേ? അപ്പോൾ സാറ
പറയും, ഇല്ല അമ്മേ, ഞങ്ങൾ വന്നിരുന്നു, എന്നാൽ ആ സമയത്ത് നിങ്ങൾ കരയുകയായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് ഡെബോറയ്ക്ക് ഞാൻ തന്നെയാണോ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നാലോചിച്ച് കരയാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് ഈ ഒരു ക്യാമറയെല്ലാം തള്ളിക്കളഞ്ഞ് ബഹളം വെച്ച് ഓരോരുത്തരെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ ഡെബോറയെ സമാധാനപ്പെടുത്തി പിന്നെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം ചേർന്ന് ഒരുപാട് ടെസ്റ്റുകളെല്ലാം നടത്തുന്നുണ്ട്. ഡെബോറയ്ക്ക് ഒരുപാട് മരുന്നുകളെല്ലാം കുത്തിവെക്കുന്നുമുണ്ട്. അതുമാത്രമല്ല, മെഡിക്കൽ ഫീൽഡിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്തോ ഒരു മാറ്റം ഡെബോറയുടെ സ്കിന്നിനും സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഡെബോറ ഒരുപാട് തവണ സ്വയം അവളുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി അവർ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും, എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ അൽഷിമേഴ്സ് എന്ന രോഗത്തിന് ഇതുപോലൊരു അവസ്ഥ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മാത്രമല്ല, അൽഷിമേഴ്സിനും ഇതിനും യാതൊരു ബന്ധവുമില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി ഒരു സ്പെഷ്യലിസ്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന് പറയും. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഡെബോറയെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരും. പിന്നീട് കാണിക്കുന്നത് ഡെബോറ പിയാനോ വായിക്കുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ലൂയിസ് വീഡിയോ എടുക്കുന്നുണ്ട്. ഡെബോറ ലൂയിസിനെ നോക്കി ചിരിക്കുന്നുണ്ട്. ആ ചിരി കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാവും. അങ്ങനെ അന്ന് രാത്രി ഡെബോറ റൂമിലുള്ള സാധനങ്ങളെല്ലാം നശിപ്പിച്ച് അതെല്ലാം കഴിക്കാൻ തുടങ്ങുകയാണ്. ഇവരൊക്കെ അത് തടഞ്ഞു നിർത്തിയിട്ടും അവൾ അത് തന്നെയാണ് ചെയ്യുന്നത്. അടുത്ത ദിവസം ആവുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ മാറ്റുന്നുണ്ട്. ഡെബോറ അതൊക്കെ ചോദിക്കുമ്പോൾ സാറ പറയും, അമ്മേ, നിങ്ങൾ അതെല്ലാം എടുത്ത് കഴിക്കുകയാണ്, അതുകൊണ്ടാണ്. നീ എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത്, ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. അതേപോലെ തന്നെ ഇവർ ശ്രദ്ധിക്കുമ്പോഴേക്കും വീടിനകത്ത് പാമ്പുകളെല്ലാം കയറി വരുന്നു. അയ്യോ, ഇതൊക്കെ എപ്പോ സംഭവിച്ചു? പക്ഷേ ഇപ്പോഴുള്ള ആ പ്രശ്നം കാരണം അതൊന്നും ഇവർ കാര്യമാക്കുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഗേവിൻ ഒരു ദിവസം ഡെബോറയുടെ ആർട്ട് ഗാലറി കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് ക്യാമറയെല്ലാം എടുത്ത് ആ റൂമിലേക്ക് ചെന്നിട്ട് ആ പെയിന്റിംഗ് ഒക്കെ കാണുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇവരുടെ വീട്ടിലെ ആ ജനാലയുണ്ടല്ലോ, ആ ജനാലയുടെ ദൂരെയായി ഒരു കറുത്ത രൂപം നിൽക്കുന്നത് പോലെ. അങ്ങനെ അവൻ അടുത്ത പെയിന്റിംഗ് എടുത്ത് നോക്കുമ്പോൾ ആ രൂപം ഒന്നുകൂടി അടുത്തു വരുന്നത് പോലെ തോന്നി. ഇത് കണ്ടപ്പോൾ ഗേവിൻ പേടിച്ച് നേരെ ആ ജനാലയുടെ അടുത്തേക്ക് പോയി നോക്കും. എന്നിട്ട് അവന്റെ കയ്യിലുള്ള കുരിശുമാല അവിടെ തൂക്കിയിടും. പെട്ടെന്ന് തിരിഞ്ഞതും ദാ നിൽക്കുന്നു ഡെബോറ. എന്നിട്ടൊരു വല്ലാത്ത രീതിയിൽ അവനോട് സംസാരിക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് ആ ജനലിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അതുവരെ അടഞ്ഞു കിടന്നിരുന്ന ജനാല പകുതി തുറന്നിരിക്കുന്നു. അവൻ പേടിച്ച് വേഗം പുറത്തേക്ക് വന്നിട്ട് എല്ലാവരോടും പറയുകയാണ്, അവിടെ എന്താ സംഭവിച്ചത്? ഞാൻ ജനലിന്റെ അടുത്തേക്ക് പോയപ്പോൾ അത് അടഞ്ഞു കിടന്നിരുന്നതാ, പെട്ടെന്ന് അത് പകുതി തുറന്നിരിക്കുന്നു. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഞാൻ ഇനി ഇവിടെ നിൽക്കണമെങ്കിൽ നീ എനിക്ക് ഡബിൾ പേയ്മെന്റ് തരണം മിയ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. ഇവനെ നിർത്തുകയല്ലാതെ മിയയ്ക്കും വേറെ വഴിയില്ല. പിന്നെ കാണിക്കുന്നത് ഡെബോറയുടെ റൂമാണ്. ഡെബോറ രാത്രിയിൽ പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ വസ്ത്രമെല്ലാം ഊരിക്കളഞ്ഞ് നടന്ന് ഇങ്ങനെ പോകുന്നതും പെട്ടെന്ന് വീട്ടിലെ ഫോണൊക്കെ റിങ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു സൗണ്ട് കേട്ടിട്ട് അവരൊക്കെ ഞെട്ടി എഴുന്നേറ്റു. റൂമെല്ലാം നോക്കുമ്പോഴേക്കും ഡെബോറയെ കാണാനില്ല. അങ്ങനെ ഡെബോറയെ അന്വേഷിച്ച് എല്ലാവരും നടക്കുകയാണ്. അപ്പോഴാണ് മുകളിലെ റൂമിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ അവർ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഡെബോറ ന്യൂഡായി ഇരുന്ന് വേറെ ഏതോ ഒരു ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. 337 എന്ന നമ്പറിൽ ഫോൺ കണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ഫോണിന്റെ വയറുകളെല്ലാം വലിച്ചു ഊരിയതും ഷോർട്ട് സർക്യൂട്ടായി അവളുടെ ബോധം നഷ്ടപ്പെടുന്നു. അതിനുശേഷം സാറ ഡെബോറയെ ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അങ്ങനെ ഡോക്ടർ ട്രീറ്റ്മെന്റ് എല്ലാം നോക്കിയിട്ട് ഡെബോറ നോർമൽ ആവുന്നു. ഇനി ഒരു പക്ഷേ ഇതുപോലെ ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ കൊടുക്കാനായി കുറച്ചു മരുന്നുകൾ എഴുതി തരാമെന്ന് പറഞ്ഞ് സാറയ്ക്ക് കുറച്ചു മരുന്നുകളൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഗേവിനും ലൂയിസും ഡെബോറ സംസാരിച്ച ആ ഭാഷ അത് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു റെക്കോർഡറിൽ റീകോഡ് ചെയ്ത് നോക്കുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഡെബോറ സംസാരിച്ചത് ഫ്രഞ്ച് ഭാഷയാണെന്ന്. ഇത് കേട്ടപ്പോൾ സാറ പറയും, എൻ്റെ അമ്മയ്ക്ക് ഫ്രഞ്ച് സംസാരിക്കാൻ അറിയില്ല, ഇത് നിങ്ങൾക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റിയതാ എന്ന് പറയുമ്പോൾ അവരത് സമ്മതിക്കുന്നില്ല. സാറയും അമ്മയ്ക്ക് അറിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ അവർ ഡെബോറ എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാൻ വേണ്ടി നോക്കുമ്പോൾ ബലി കൊടുക്കുക, പാമ്പ്, അഞ്ചാമത്തെ കുട്ടി, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും സാറയ്ക്കാണെങ്കിൽ ഒരു പേടി തോന്നി. അവളാണെങ്കിൽ ഇതൊന്ന് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് വളരെ വേഗത്തിലോടി അടുത്ത വീട്ടിലെ ഒരാളുണ്ടല്ലോ, അവളുടെ അമ്മയുടെ ഫ്രണ്ട്, അയാളെ കാണാൻ വേണ്ടി പോയി. ഹാരിസ് എന്താ പറയുന്നത് എന്ന് വെച്ചാൽ, സാറ നീ എന്തായാലും ആ 3 പേരെയും അവിടെ നിന്ന് പറഞ്ഞയക്കേ, ഒരിക്കലും ഇതൊന്നും ശരിയാവില്ല, ഞാൻ നിനക്ക് പണം തരാം എന്ന് പറയുമ്പോൾ സാറ മറുപടി ഒന്നും പറയാതെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും.
അതിനുശേഷം ഡബോറ 377 നമ്പർ കണക്ട് ചെയ്യാൻ നോക്കിയിരുന്നില്ലേ? അതുകൊണ്ട് തന്നെ സാറ അവളുടെ വീട്ടിലെ പഴയ ഡയറികളെല്ലാം പരിശോധിക്കുന്നുണ്ട്. 336 ഉണ്ട്, 338 ഉണ്ട്, പക്ഷേ 337 മാത്രമില്ല. അപ്പോഴേക്കും നമ്മുടെ ലൂയിസ് ഓക്കെ ഒരു ചാർക്കോൾ എടുത്തിട്ട് വാ, ഞാൻ ഒരു ഐഡിയ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ചാർക്കോൾ വാങ്ങി. കീറിപ്പോയ ഒരു ഭാഗമുണ്ട്. അതിൻ്റെ അടുത്ത പേജിൽ ഈ ചാർക്കോൾ വെച്ച് വരയ്ക്കുന്നതും അവിടെ പതിഞ്ഞ അക്ഷരം തെളിഞ്ഞു വരികയാണ്.